അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എക്സ്പോണൻസിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അടിയിൽ നോക്കുക. അടിയിൽ ഇവിടെ 2ഉം 7 വരുന്നത്. അങ്ങനെ വരുമ്പോൾ വേറെ ഒന്നുമില്ല, മുകളിലത്തെ ഈ 2 സംഖ്യയും കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9. എന്നിട്ട് അടിയിൽ ആ 7 എന്ന സംഖ്യ കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതിൻ്റെ ലോ വരുന്നത് a⁻m × a⁻n ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ a⁻m+n ഇങ്ങനെ നമുക്ക് എഴുതാം. ആ ഒരു ലോയാണ് നമ്മളിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ഥലത്തും ഒരേ സംഖ്യ വരണം.